ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാർട്ടി സ്പെഷ്യൽ പുഡിംഗ് ആണ്. ഇതിനകത്ത് ഞാൻ ചൈന ഗ്രാസോ അതുപോലെ ജലാറ്റിനോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാൻ 250 ml ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമാണ്. ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തേക്ക് നമ്മൾ പൈനാപ്പിളിൻ്റെ പുഡിംഗ് ആയതുകൊണ്ട് പൈനാപ്പിളിൻ്റെ ഒരു എസൻസ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഡ്രോപ്സ് ചേർത്താൽ മതി. അതല്ല ഇനി കുറച്ചുകൂടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കാം. അതിന് ശേഷം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല ബീറ്റ് ചെയ്യാനായിട്ട്, കാരണം അത് നമുക്ക് വിപ്പാക്കി എടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വന്നാൽ മതി. അപ്പോൾ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്താലും അത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി. അതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ക്രീം ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ അമൂലിൻ്റെ ക്രീമാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് മധുരമൊന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ മധുരത്തിനായിട്ട് 1/2 ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 200 ml കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പുഡിങ് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പൗഡർഡ് ഷുഗറും അര കപ്പ് പാലും അതുപോലെ ഒരു 1/4 കപ്പിന് ഒരു 1/3 കപ്പോളം പൗഡർഡ് ഷുഗറും ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു 2.5 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, നന്ന് ചെറുതായിട്ടല്ല. ഇനി നമുക്കിതൊന്ന് കയ്പ്പ് രസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു സിറപ്പാക്കുന്നുണ്ട്. സിറപ്പാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഒറ്റനൂൽ പരുവത്തിലുള്ള ഒരു സിറപ്പാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അത് ആ പഞ്ചസാര ഒന്ന് അതിനകത്ത് മെൽറ്റായി നന്നായി ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പം ജസ്റ്റ് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, പഞ്ചസാര എല്ലാ സ്ഥലത്തും ഒന്ന് എത്താനായിട്ട്. അല്ലെങ്കിൽ പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുമ്പോൾ പൈനാപ്പിളിന് കയ്പ്പ് രസം വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ കാൻഡ് പൈനാപ്പിളാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്തുള്ള സിറപ്പും അതുപോലെ തന്നെ ആ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി. ഇത് നോർമൽ പൈനാപ്പിൾ എടുത്ത് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന സിറപ്പിന് കുറച്ചുകൂടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് 1-2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ഉറ്റിച്ച് കൊടുക്കാം. ഞാൻ അത് ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ഫ്ലേവറുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട്. അപ്പോൾ ഇത് തിളച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതുകൂടെ ഒന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ തണുത്ത് വരുന്ന സമയത്തേക്ക് ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഇതിനകത്തേക്ക് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ കേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ബിസ്ക്കറ്റ് നിങ്ങൾ ഒരുപാട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിക്കകത്തൊന്നും ഇട്ട് പൊടിക്കേണ്ട. ജസ്റ്റ് നല്ല കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു അങ്ങനെ ആക്കിയെടുത്താൽ മതി. അത് നമ്മൾ പുഡിംഗ് ബൗളിന് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് പൈനാപ്പിൾ നിരത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബൗളിനനുസരിച്ചാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ എടുക്കേണ്ടത്. ഇപ്പം ചെറിയ ബൗളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള അത്രയും ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഞാനിപ്പോൾ 1.25 ലിറ്ററിൻ്റെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ 150 ml ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2.5 കപ്പ് പൈനാപ്പിൾ മുറിച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ 250 ml ക്രീമും 200 ml കണ്ടൻസ്ഡ് മിൽക്കും. ഇനി നമ്മൾ നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത് തിളപ്പിച്ചപ്പോൾ ഉള്ള ആ സിറപ്പും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നാലേ ബിസ്ക്കറ്റ് നന്നായി ഒന്ന് കുതിർന്ന് വരികയുള്ളൂ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുള്ള ആ ക്രീമിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായൊരു അലങ്കാരം ചെയ്ത് കൊടുക്കാം. ചെറുങ്ങനെ നിങ്ങൾക്ക് ഇനി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത്.
കുറച്ച് ബദാം വെച്ചിട്ട് സൈഡിൽ കോർണറിൽ മാത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാർട്ടിയിലൊക്കെ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ കളർഫുള്ളായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതിന് ശേഷം ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിനകത്താണ് വെക്കേണ്ടത്, എന്നാലും നന്നായി സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഫ്രീസറിനകത്ത് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം എടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതിങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൈനാപ്പിൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ്ങാണിത്. പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവറും അതുപോലെ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റും ഇതിന് നന്നായിട്ട് തന്നെ ഉണ്ടാവും. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ ചേരുവകളൊന്നും ചേർക്കുന്നില്ല. നമുക്ക് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പൈനാപ്പിളിൻ്റെ ആ ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്ന എസൻസ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.